ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്യൂബിറ്റ് SSC ആൻഡ് RRB. ഒരു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂസഫ് സാറ് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നതല്ലാണ്ട് ഈ ഒരു ക്യാമറ ലൈറ്റിന് മുന്നിലേക്ക് വരാൻ മടിയുള്ള ഒരാളാണ്. ഇത്രയും വലിയൊരു സന്തോഷം ആയതുകൊണ്ടാണ് യൂസഫ് സാറൊക്കെ എസ്പെഷ്യലി ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ സന്തോഷം എന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. CGL റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സാർ, നമുക്ക് ആ സന്തോഷ വാർത്ത പറയാം. എല്ലാ വർഷത്തെയും പോലെ തീർച്ചയായും ക്യൂബിറ്റിന് ആ ഒരു റിസൾട്ടിന്റെ കൗണ്ട് രുകേഷ് സാർ പറയുന്നതായിരിക്കും. ഈ വർഷം ക്യൂബിറ്റ് CGL മാത്രം 42 റിസൾട്ടുകളാണ് ഇതുവരെ അത് ഇൻഫോം ചെയ്ത ആൾക്കാർ ഇതുവരെ സ്റ്റിൽ വി ആർ കൗണ്ടിങ്. സോ CGL മാത്രമല്ല, മറ്റ് പരീക്ഷകളുണ്ട് SSC സംബന്ധിച്ച്. അതിനകത്ത് CHS 9 ആളുകളും MTS 20 ആളുകളും ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളൊരു സെഞ്ചുറിയിലേക്കാണ്. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ ഒരു 70-72 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? ഓക്കെ തീർച്ചയായും. എന്താണ് കുട്ടികളോട് സാർ ഈ ഒരു സമയം വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ കുട്ടികൾ ഇത്രയും വലിയ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ ഒരു റിസൾട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം CGL ഇപ്പം 42 പേരാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ 42 പേരും നമ്മളെ റെഗുലർ ബാച്ചിൽ ഇരുന്ന് പഠിച്ച പിള്ളേരാണ്. അതായത് 6 മാസം ക്യൂബിറ്റിന്റെ റെഗുലർ ബാച്ച് കോഴ്സ് ഇരുന്ന് ബേസിക്സ് എല്ലാം തറവാക്കിയ പിള്ളേരാണ്. അല്ലാണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ റിസൾട്ട് നമ്മൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു 1 ഡേ വർക്ക്ഷോപ്പോ ക്രാഷ് കോഴ്സോ ചെയ്ത ഒരു കുട്ടീൻ്റെയും റിസൾട്ട് അല്ല. ഇത് കംപ്ലീറ്റ്ലി 100% ക്യൂബിറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന 42 CGL റിസൾട്ടുകളാണ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും റിസൾട്ടുകൾ പല സ്റ്റുഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. സോ അപ്പം തന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങിന്റെ അല്ല, ഇതിൽ തീർച്ചയായും ഇതിന്റെ ഒരു ഡയറക്ടർ എന്നുള്ളൊരു രീതിയിൽ എനിക്ക് വളരെയധികം പറയാനുള്ളത് ക്യൂബിറ്റിന്റെ ഒരു SSC വിങ്ങിന്റെ അക്കാഡമിക് സിസ്റ്റത്തിനെ പറ്റിയാണ്. ആ ഒരു സിസ്റ്റം വളരെ മനോഹരമായി കൊണ്ടുപോകുന്ന ഹിരൺ സാറിന് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ സാർ, അത് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു സംശയമില്ല, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ ഭംഗിയായിട്ട് കാര്യം സിസ്റ്റമാറ്റിക്കലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ആ ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ അവർ ചെയ്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ടത് തന്നെ. അത്രയും ടൈം അവർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഇരുന്ന് പഠിച്ച് നേടിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഇത് അവർ ശരിക്കും നിങ്ങൾക്കൊരു മാതൃകയാണ്. ഇനി ഇത് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ട് കാണേണ്ടവരാണ്. കാരണം അവരിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും അത്രയും ഉന്നതമായിട്ടുള്ള പൊസിഷനിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാൻ അവർ നിങ്ങളൊരു മാതൃകയാക്കുക, മറ്റുള്ള കുട്ടികളൊക്കെ അവരെ മാതൃകയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 24/7 തന്നെ ക്യൂബിറ്റിന് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വരും. ഇപ്പോൾ ഞാൻ പലപ്പോഴും രാത്രി ചിലപ്പോൾ ഞാൻ രുകേഷ് സാറെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടിന് താഴെ സാറെ വിളിക്കാറുണ്ട്. പലപ്പോൾ ഞാൻ വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അജോ സാറെ കഴിഞ്ഞാലും. പക്ഷേ എപ്പോഴും നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു, നാളേക്കുള്ള മെറ്റീരിയൽ ഇന്നാണ്, ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്, അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ള. അതിൽ സാറെ പോലുള്ള എല്ലാവരുടെയും, അതുപോലെ തന്നെ മാത്സ് എടുക്കുന്ന നിങ്ങൾക്ക് ക്യൂബിറ്റിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിനും അറിയുന്ന പേരാണ് മാത്സ് എടുക്കുന്ന താഹർ സാർ എന്ന് പറയുന്നത് അല്ലേ. സാർക്ക് നമ്മൾ വരാൻ കഴിയില്ല, എങ്കിലും ആ താഹർ സാർ ഞാൻ വലിയൊരു നന്ദി പറയുന്നു. അദ്ദേഹം മാത്സിന് കൊടുക്കുന്ന ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് അത്രയും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അതെ, തീർച്ചയായും എനിക്ക് ക്യൂബിറ്റിന്റെ ഒരു SSCക്ക് അകത്ത് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ക്യൂബിറ്റിൽ ഒരു കുട്ടി SSC കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും മാത്സ് ഒക്കെ എത്ര വീക്കായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ പോലും ആള് ഒരു 5 മാസം കഴിയുമ്പോഴേക്കും ബേസ് എല്ലാം ഉറച്ച് ആൾ നല്ല സെറ്റ് ആയിട്ടുണ്ടാവും മാത്സിൽ. കാരണം അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 160-150 മണിക്കൂറോളം അല്ലേ മാത്സിന് മാത്രം നമ്മളുടെ ഒരു SSC കോഴ്സിനകത്ത് നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതെ, അതും ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് വരെയുള്ള പല ടൈപ്പ് മെറ്റീരിയൽ, അതിന്റെ PM. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വർക്കൗട്ട് മെറ്റീരിയൽ കൊടുക്കും എന്നല്ലാതെ അതിനൊരു ഡിസ്കഷൻ ഉണ്ടാവാറില്ല. പക്ഷേ ക്യൂബിറ്റ് എൻറ്റയർലി ചെയ്യുന്ന ഡിഫറെൻ്റ് ആണ്. കൃത്യമായിട്ട് പാർട്ട് വെച്ച് വർക്കൗട്ട് മെറ്റീരിയൽസ് അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും 100% ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഒന്നെങ്കിൽ മാത്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. പക്ഷേ SSC ചോദിക്കുന്ന 4 സബ്ജക്റ്റുകൾ, അത് GK ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ Q ആയിക്കോട്ടെ, ഒരുപോലെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അല്ല സാർ? തീർച്ചയായിട്ടും അതിൽ GKയുടെ എടുത്തു പറയേണ്ട ഒരു ഏരിയ തന്നെയാണ്. കാരണം പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ചാൽ എത്രയായാലും തീരാത്തൊരു സബ്ജക്റ്റ് ഫാക്കൽറ്റീസ് വളരെ മനോഹരമായി അവരുടെ തലച്ചോറിനകത്തേക്ക് ഇൻജക്ട് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഫാക്കൽറ്റീസിന്റെ ഡെഡിക്കേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആളുകളുടെ ഡെഡിക്കേഷൻസ് ഉണ്ട്. അതിനുപരി ആ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
അവരുടെ ഡെഡിക്കേഷനും ഞാൻ ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. കൂടാതെ ഇനി ഈ മേഖലയിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് റോൾ മോഡൽ ആക്കാവുന്ന ഒരു 42 പേരെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ CGL-ലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ വർഷം ഡിഗ്രി കഴിഞ്ഞു വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഇവരിൽ ഓരോരുത്തരെയും റോൾ മോഡൽ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അഥവാ 42 സ്റ്റിൽ കൗണ്ടിങ് മാത്രമാണ്. അല്ല, ഇതില് നമ്മളെനിക്ക് തോന്നുന്നു ക്യൂബിറ്റിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു റിസൾട്ട് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അത് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തില്ല. കാരണം ഇത് ക്യൂബിറ്റിലൊരു നിത്യസംഭവമാണ്. എല്ലാ വർഷവും CGL എക്സാമിന്റെ റിസൾട്ടുകൾ വരുമ്പം ക്യൂബിറ്റിൽ സ്ഥിരമായി കാണപ്പെടുന്ന കൗണ്ടുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ആക്സിഡൻ്റലി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിക്കുകയാണ്, സാർ അവിടെ റിസൾട്ട് എന്തായി, കുറവാണോ, അറിഞ്ഞില്ലേ, അല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാവരും ഇട്ട് തുടങ്ങിയല്ലോ, അവിടുത്തെ റിസൾട്ട് കണ്ടില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് എന്തായാലും ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. സോ അപ്പം ഇതിപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സെഞ്ചുറിയാണ്. ആ സെഞ്ചുറി അടിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് നമ്മൾ ഉള്ളത്. സോ എന്തായാലും വിത്തിൻ 2-3 ഡേയ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് അച്ചീവേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് പോസ്റ്റേഴ്സ് ആൻഡ് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, നമ്മളൊരു എക്സാമിലേക്ക് ഇറങ്ങുമ്പോൾ പലരുടെ ആഗ്രഹം ഒരു ജോലി മേടിക്കുക എന്നാണെങ്കിൽ ക്യൂബിറ്റിലെ സ്റ്റുഡൻസ് അവിടെയും അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ 42 കൂടുതൽ ആളുകളിൽ തന്നെ പലർക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും ജോലി തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ക്യൂബിറ്റിൽ വന്നാൽ കൈ കുടന്ന് നിറയെ നിങ്ങൾക്ക് ജോലിയുമായിട്ട് തിരിച്ചു പോകാം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 2025 SSC, CGL, CHSL, MTS പോലെയുള്ള പരീക്ഷകളാണ്. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഇനിയും ഒരുപക്ഷെ കോളേജ് കഴിഞ്ഞ് ആ ഒരു SSC, CGL എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന യുവതി യുവാക്കളും നമുക്കിടയിൽ ഉണ്ടാവും. തീർച്ചയായും നിങ്ങളുടെ ആ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക്, ആ ഒരു സ്വപ്ന യാത്രയിലേക്ക് നിങ്ങളുടെ കൂടെ ടീം ക്യൂബിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരുവാനായിട്ട് നിങ്ങൾക്കൊരു ഫാമിലിനെ പോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫാക്കൽറ്റി പൂള് നമ്മളുടെ ക്യൂബിറ്റ് അക്കാഡമിയിലുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യൂബിറ്റ് അക്കാഡമിയിലേക്ക് വെൽക്കം. നമുക്കിനി ക്ലാസ്സിൽ കാണാം.